ഇത് മീര. ചെറുപ്പത്തിലെ തന്നെ അച്ഛനും അമ്മയും മരിച്ച് മുത്തച്ഛന്റെ ഒപ്പം കഴിയുന്നവൾ. പഠിക്കാൻ ഏറെ ഇഷ്ടമുള്ളവൾ. ദാരിദ്ര്യം മൂലം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവൾ. ഇന്നവളുടെ വിവാഹമാണ്. ഒരു സമൂഹ വിവാഹ വേദിയിൽ വെച്ചിട്ടാണ് അവളുടെ വിവാഹം നടക്കുവാൻ പോകുന്നത്. അണിഞ്ഞൊരുങ്ങി നിന്ന 10 സുന്ദരിമാരിൽ ഒരാൾ മീരയായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ അവൾ മുത്തച്ഛന്റെ കൈപിടിച്ച് വേദിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. മറ്റു 9 സുന്ദരിമാരുടെ വരന്മാർ വന്നു. എന്നാൽ മീരയുടെ വരൻ മാത്രം അവിടെ എത്തിയില്ല. ഇത് അവളെയും മുത്തച്ഛനെയും ഏറെ വിഷമത്തിലാക്കി. സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ അവളുടെ മുത്തച്ഛൻ. അപ്പോഴാണ് മുത്തച്ഛൻ കേശവൻ നായരുടെ കൈകൾ ഒരാൾ വന്ന് പിടിച്ചത്. ശേഷം അയാൾ പറഞ്ഞു, എന്നെ ഓർമ്മയുണ്ടോ കേശവന്? ഞാനാണ് നിന്റെ ആത്മസുഹൃത്തായ രാജേന്ദ്രൻ. തന്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ കേശവൻ നായർക്ക് സങ്കടം കൂടി. ശേഷം സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ എന്റെ കൊച്ചുമോളുടെ അവസ്ഥ? അച്ഛനും അമ്മയും മരിച്ച് ഞാൻ പൊന്നുപോലെ വളർത്തിയ എന്റെ കൊച്ചുമോൾക്ക് ഈ അവസ്ഥ വന്നല്ലോ. ഇത് കേട്ടപ്പോൾ കേശവൻ നായരുടെ സുഹൃത്തായ രാജേന്ദ്രൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട. എന്റെ കൊച്ചുമോൻ അരുൺ നിന്റെ കൊച്ചുമോളെ വിവാഹം കഴിക്കും. അവനോട് ഞാൻ പറഞ്ഞാൽ അവൻ സമ്മതിക്കും. ഞാനെന്ന് വെച്ചാൽ അവൻ ജീവനാണ്. അങ്ങനെ മുത്തച്ഛന്റെ വാക്ക് കേട്ട് കല്യാണം കൂടാൻ വന്ന അരുൺ മീരയുടെ കഴുത്തിൽ താലി ചാർത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അതിസമ്പന്നയായ അരുണിന്റെ അമ്മ നന്ദിതയ്ക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച് മുത്തച്ഛന്റെ സ്നേഹവും അമ്മയുടെ സമ്പത്തും കൊണ്ട് വളർന്നു വന്നതാണ് അരുൺ. അവന്റെ അമ്മ ഈ വിവാഹത്തെ അതിശക്തമായി എതിർത്തു. എന്നാൽ നന്ദിതയുടെ അച്ഛനും അരുണിന്റെ മുത്തച്ഛനുമായ രാജേന്ദ്രന്റെ വാക്കുകൾ കേട്ട് നന്ദിതയ്ക്ക് മീരയെ മരുമകളായി സ്വീകരിക്കേണ്ടി വന്നു. അങ്ങനെ അരുണിനും പതിയെ പതിയെ മീരയെ ഇഷ്ടമായി തുടങ്ങി. നന്ദിതയുടെ ക്രൂരതകൾക്കിടയിലും അരുണിന്റെ സ്നേഹം അവൾക്ക് ആശ്വാസമായി. അങ്ങനെയിരിക്കെയാണ് മീരയുടെ ആകെയുള്ള മുത്തച്ഛൻ മരിച്ചത്. മുത്തച്ഛൻ മരിച്ചത് അവൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു. എന്നാൽ അരുണിന്റെ സ്നേഹം കൊണ്ട് തന്നെ അവൾ പതിയെ മറക്കുന്നു ആ ഒരു കാര്യം തന്നെ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ മീരയ്ക്കും അരുണും കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ നന്ദിത മീരയെ അത് പറഞ്ഞ് എപ്പോഴും കുത്തിദ്രോഹിക്കും. എങ്ങനെയെങ്കിലും അരുണിൽ നിന്ന് മീരയെ അകറ്റണം എന്ന് വിചാരിച്ച് നടക്കുന്ന നന്ദിത തന്റെ ഏക സുഹൃത്തായ രാഖിയെ ഒരു ദിവസം ഫോൺ വിളിക്കുന്നു. രാഖി ഒരു ഗൈനക്കോളജിസ്റ്റാണ്. രാഖിയോട് തന്റെ മകനെയും മകളെയും അവിടേക്ക് കൺസൾട്ട് ചെയ്യാൻ വിടുന്നുണ്ടെന്നും ഞാൻ പറയുന്നത് പോലെ നീ അവരോട് പറയണമെന്നും പറഞ്ഞു. അങ്ങനെ നന്ദിതയുടെ വാക്ക് കേട്ട് അരുണും മീരയും രാഖി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നു. ഡോക്ടർ നന്ദിത പറഞ്ഞതുപോലെ തന്നെ മീരയ്ക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകുകയില്ല, അവൾക്കൊരിക്കലും പ്രസവിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ മീരയ്ക്ക് ആകെ ഷോക്കായി. വീട്ടിലെത്തി അവൾ പൊട്ടിക്കരയുവാൻ തുടങ്ങി. എന്നാൽ ഈ സമയം നന്ദിത അരുണിന്റെ മനസ്സ് മാറ്റുവാൻ തുടങ്ങി. അവളെ നിന്റെ ഭാര്യയാക്കി തുടരുന്നതിന് ഇനി ഒരു അർത്ഥവുമില്ല. നിരന്തരം അമ്മയുടെ വാക്കുകൾ കേട്ടു തുടങ്ങി അരുണിന്റെ മനസ്സും പതിയെ പതിയെ മാറുവാൻ തുടങ്ങി. അങ്ങനെ മീരയോട് ഒരു അകൽച്ച കാണിക്കുവാൻ തുടങ്ങി അരുൺ. പതിയെ പതിയെ മീരയെ വെറുക്കുവാൻ തുടങ്ങി. ഇത് മീരയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അങ്ങനെ പല രീതിയിലും അരുണും നന്ദിതയും കൂടി മീരയെ കുത്തിദ്രോഹിച്ചു. എന്നാൽ അരുണിന്റെ മുത്തച്ഛൻ പരമാവധി അരുണിനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അരുൺ അതൊന്നിനും തയ്യാറായില്ല. ഒടുവിൽ നന്ദിതയുടെ വാക്ക് കേട്ട് നന്ദിതയുടെ കൂട്ടുകാരിയുടെ മകൾ പൂജയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. ശേഷം അരുൺ മീരയോട് ഡൈവോഴ്സിന് ആവശ്യപ്പെടുന്നു. ഇത് മീരയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു. അവൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞു. മറുഭാഗത്ത് അരുണും നന്ദിതയും കൂടി പൂജയെ പെണ്ണു കാണുവാൻ പോകുന്നു. അരുണും പൂജയും തമ്മിൽ പരസ്പരം ഇഷ്ടമാകുന്നു. അങ്ങനെ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ അവരുടെ വിവാഹം ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പൂജയുടെയും അരുണിന്റെയും ദിവസങ്ങളായിരുന്നു. അവർ പരസ്പര സ്നേഹത്തിൽ മതിമറക്കുന്നു. പല സ്ഥലങ്ങളിലേക്കും അവർ ഒന്നിച്ചു പോകുന്നു. മറുഭാഗത്ത് വേലക്കാരിയെ പോലെ കഴിയുന്ന മീര. സമയം കിട്ടിയാൽ അവളെ കുത്തിദ്രോഹിക്കാൻ നോക്കുന്ന നന്ദിതയും അരുണും. ഒരു വിധത്തിലും അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. അരുൺ നിരന്തരം മീരയോട് ഡൈവോഴ്സിനെ കുറിച്ച് ആവശ്യപ്പെട്ടു. അരുണിന്റെ മനസ്സിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത അവൾ, ആകെയുള്ള മുത്തശ്ശനും മരിച്ചു, ഡൈവോഴ്സ് കിട്ടിയാൽ ഇനി വീട്ടിലെ വേലക്കാരിയായി അവളെ തളയ്ക്കാമെന്നായിരുന്നു. അങ്ങനെ അരുണിന്റെയും പൂജയുടെയും വിവാഹ ദിനം എത്തി. അരുൺ ഡൈവോഴ്സ് പേപ്പർ മീരയുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ഇന്ന് എന്റെ കല്യാണമാണ്, നീ ഈ മുറിയിൽ നിന്ന് ഇനി മാറണം.
ആ അടുക്കളയിൽ എവിടെയെങ്കിലും നിനക്കിനി താമസിക്കാം. ഒരു വേലക്കാരിയെ പോലെ നിനക്ക് വേണമെങ്കിൽ ഇവിടെ കഴിയാം. അത് എന്റെ ഒരു ഔദാര്യമായി നീ കണക്കാക്കിയാൽ മതി. മാത്രമല്ല, എന്റെ കല്യാണം കഴിഞ്ഞു വരുമ്പോഴേക്കും നീ ഈ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിരിക്കണം. നീ ഈ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതെ ഇരിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. കുട്ടികളുമില്ല, സ്വത്തുമില്ലാത്ത നിനക്ക് എന്റെ ഭാര്യയായി തുടരുന്നതിന് ഒരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞ് അരുൺ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അരുണിന്റെ ഈ വാക്കുകൾ നന്ദിതയെ വിഷമത്തിലാക്കി. അരുൺ പോയ ഉടനെ തന്നെ മീര ഉച്ചത്തിൽ അവിടെ നിന്ന് കരഞ്ഞു. ഇനി താൻ എന്ത് ചെയ്യും? എവിടേക്ക് പോകും? തനിക്ക് പകരം മറ്റൊരു പെണ്ണ് ഈ മുറിയിൽ. അവൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു അത്. അപ്പോഴാണ് ആ മുറിയിലേക്ക് അരുണിന്റെ മുത്തച്ഛൻ രാജേന്ദ്രൻ വരുന്നത്. മോളെ, നീ ഈ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിടണം. മോളുടെ കുറ്റമല്ല ഇത്. പണത്തിനും പ്രതാപത്തിനും വേണ്ടി ജീവിക്കുന്നവരാണ് അവർ. എനിക്ക് ആകെ ഒരു വിഷമമുള്ളൂ. ഞാൻ കാരണമാണല്ലോ മോൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കടലാസ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ അഡ്രസ്സിൽ പോകണം. ശേഷം ഞാൻ തന്ന ഈ കത്ത് അവർക്ക് കൊടുക്കണം. ഇത് എന്റെ ഉറ്റ ചങ്ങാതിയുടെ അഡ്രസ്സാണ്. അവർ നിന്നെ പൊന്നുപോലെ നോക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് മീര മുത്തശ്ശനോട് യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുന്നു. ശേഷം ഒരു ബസ് കയറി അവൾ ആ ബസ്സിനുള്ളിലിരിക്കുന്നു. അവൾ ആ ബസ്സിനുള്ളിലിരുന്നു കൊണ്ട് തന്നെ ആലോചിക്കുകയാണ്, ഇത്രയും നാൾ താൻ സ്നേഹിച്ച അരുൺ തന്നോട് ചെയ്തത്. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും സ്ത്രീ തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ജീവിക്കുന്നത് സഹിക്കാൻ പറ്റുകയില്ല. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ അവൾ ആ ബസ്സിൽ യാത്ര തുടർന്നു. ഇതേ സമയം വലിയൊരു ഓഡിറ്റോറിയത്തിൽ ആർഭാടമായി അരുണിന്റെയും പൂജയുടെയും വിവാഹം നടക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടിയ പൂജയെ അരുൺ താലി ചാർത്തുന്നു. അരുണിന്റെ വിവാഹം കണ്ട നന്ദിത സ്വയം മറന്ന് ആഹ്ലാദിക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അരുണും പൂജയും കൂടി അരുണിന്റെ വീട്ടിലേക്ക് പോകുന്നു. പൂജയെയും കൊണ്ട് അരുൺ മുറിയിലേക്ക് നടന്നു നീങ്ങി. അപ്പോഴാണ് മുറിയിൽ മീര സൈൻ ചെയ്തു വെച്ചിരിക്കുന്ന ഡൈവോഴ്സ് നോട്ടീസ് പേപ്പർ കണ്ടത്. ആ ഡൈവോഴ്സ് പേപ്പർ കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ സന്തോഷമായി. പക്ഷേ മുത്തശ്ശനിൽ നിന്ന് മീര പോയ വിവരം അറിഞ്ഞപ്പോൾ അവന് ഷോക്കായി. ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാലും മീരയെ ഒരു വേലക്കാരിയെ പോലെ തന്നെ ഇവിടെ തളച്ചിടാമെന്നായിരുന്നു അവന്റെ മനസ്സിൽ. അവൻ മീര പോയിന്നറിഞ്ഞപ്പോൾ ഒരു ടെൻഷനായി. അങ്ങനെ ടെൻഷനായി നിൽക്കുന്ന അരുണിനെ കണ്ട നന്ദിത പറഞ്ഞു, നീ ഇനി ആ റൂമിലേക്ക് ചെല്ലി. അവിടെ നിനക്കായി ഒരു പെൺകുട്ടിയുണ്ട്. നിന്റെ ജീവിതം ഇനി അവളുടെ ഒപ്പം മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അരുണിനെ ആ മുറിയിലേക്ക് കയറ്റിവിടുന്നു. ഇനി നീ അവളുടെ ഒപ്പം ജീവിക്കണം. അങ്ങനെ അരുണിന്റെയും പൂജയുടെയും ജീവിതം തുടങ്ങുന്നു. മറുഭാഗത്ത് ദീർഘദൂരം യാത്ര ചെയ്ത് ബസ്സിലിരുന്ന് മയങ്ങുന്ന മീര. അങ്ങനെ പെട്ടെന്ന് തന്നെയാണ് അവൾക്ക് ഇറങ്ങുവാനുള്ള സ്റ്റോപ്പായെന്ന് കണ്ടക്ടർ വിളിച്ചു പറയുന്നു. ഏറെ ക്ഷീണതയായി അവൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ അവളുടെ കയ്യിലുള്ള അഡ്രസ് പല ആളുകളോടും കാട്ടി അവൾക്ക് വഴി ചോദിക്കുന്നു. ആർക്കും ആ വഴി അറിയില്ല എന്നും. അങ്ങനെ ആ അഡ്രസ്സിൽ എത്തുവാൻ വേണ്ടി അവൾ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ എത്തുന്നു. ഒരു ഓട്ടോ വിളിച്ച് ആ അഡ്രസ്സിന്റെ സ്ഥലത്തേക്ക് പോകുന്നു. ശേഷം നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ അവൾ ആ അഡ്രസ് കൊടുത്തു. ആ അഡ്രസ്സിലുള്ള വീട് എവിടെയെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ യുവാവ് അവിടുത്തെ പ്രമുഖനായ ബിസിനസ്സുകാരന്റെ മകനായ ആദിയായിരുന്നു. അവന്റെ അഡ്രസ് തന്നെയായിരുന്നു അത്. അവൻ മീരയോട് കൂടെ വരുവാൻ പറയുന്നു. അങ്ങനെ മീര ആദിയുടെ കൂടെ പോകുന്നു. പെട്ടെന്ന് തന്നെയാണ് അവൾ തല കറങ്ങി വീഴുന്നു. ഉടനെ തന്നെ ആദി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം അവൻ അവന്റെ വീട്ടുകാരെയും എല്ലാവരെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ആ ഹോസ്പിറ്റലിൽ എത്തുന്നു. ശേഷം ഡോക്ടർ പറയുന്നു, BP ലോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീണതാണ്, പേടിക്കാനൊന്നുമില്ല. കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ കത്താണിത്. അങ്ങനെ ആദിയുടെ അച്ഛനായ ആനന്ദ് വർമ്മയുടെ കയ്യിൽ ആ കത്ത് വെച്ചു കൊടുക്കുന്നു. ആനന്ദ് വർമ്മ ആ കത്ത് വായിച്ചതിനു ശേഷം ആദിയോട് പറയുന്നു, ഇവൾ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. എനിക്ക് ഏറെ കടപ്പാടുള്ള ആളാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. ഇവളെ നമുക്ക് സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് മീരയെ ആ വലിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം മീരയോട് പറയുന്നു, മോളെ, നീ പേടിക്കേണ്ട. നിനക്ക് ഇവിടെ കഴിയാം. നിന്റെ സ്വന്തം വീട് പോലെ തന്നെ കരുതാം. അങ്ങനെ മീര അവിടെ താമസിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ മീരയുടെ സ്വഭാവം ആദിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ആദിക്ക് എന്തോ ഒരു ഇഷ്ടം മീരയോട് തോന്നുന്നു. ആദി ഈ വിവരം ആദ്യം അവന്റെ അച്ഛനോടും പിന്നെ മീരയോടും സൂചിപ്പിക്കുന്നു. എന്നാൽ മീര അതിന് എതിർത്തു. എന്റെ ആദ്യ കല്യാണം ദുഃഖത്തിലാണ് അവസാനിച്ചത്. ഇനി രണ്ടാമതൊരു വിവാഹത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. എന്നാൽ
പതിയെ പതിയെ ആ മീരയ്ക്കും ആദിയോട് ഇഷ്ടമാകുന്നു. അങ്ങനെ എല്ലാവരും കൂടി ആദിയുടെയും മീരയുടെയും വിവാഹം നടത്തി കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് അരുണിന്റെ മുത്തച്ഛൻ മരിച്ച് പൂജയുടെ ഭരണത്തിൽ കഴിയുന്ന നന്ദിത. വീട്ടിലെ വേലക്കാരിയെ പോലെയാണ് പൂജ നന്ദിതയെ കാണുന്നത്. വീട്ടിലെ ആകെയുള്ള വേലക്കാരിയെ പറഞ്ഞുവിട്ട് വീട്ടിലെ ജോലിയെല്ലാം നന്ദിതയെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചു. കോടീശ്വരിയായ പൂജയുടെ വാക്ക് കേട്ട് അരുണും അമ്മയെ തള്ളിപ്പറഞ്ഞു. പതിയെ പതിയെ അടുക്കളയിലായി നന്ദിതയുടെ സ്ഥാനം. അവിടെ തന്നെ കിടപ്പും. പൂജയുടെ വാക്ക് കേട്ട് അമ്മയെ തിരിഞ്ഞു നോക്കുവാൻ പോലും അരുൺ തയ്യാറായില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പൂജയ്ക്കും അരുണിനും കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം അവർ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ രണ്ടുപേരെയും മുഴുവൻ ചെക്കപ്പുകളും മറ്റും ചെയ്തിട്ട് ഡോക്ടർ പറയുന്നു അരുണിന് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകുകയില്ല എന്ന്. ഇത് കേട്ട പൂജയ്ക്ക് ആകെ ഷോക്കാകുന്നു. അരുണും ഒരു ഞെട്ടലോടെ തന്നെയാണ് ഈ ഒരു ന്യൂസ് കേട്ടത്. ശേഷം രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകുന്നു. പൂജ അരുണിനോട് പറയുന്നു, എനിക്കൊരു ജീവിതം വേണം, അതുകൊണ്ട് തന്നെ എനിക്ക് ഉടനടി നിങ്ങൾ ഡൈവോഴ്സ് തരണം, എനിക്ക് നിങ്ങളെ അംഗീകരിക്കുവാൻ ഇനി പറ്റുകയില്ല എന്ന് പറഞ്ഞു അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഇത് അരുണിന് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമായിരുന്നു. അവൻ പല ആവർത്തി പൂജയെ വിളിച്ചു നോക്കി. എന്നാൽ കോടീശ്വരിയായ അവൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. എനിക്ക് ഉടനെ തന്നെ ഡൈവോഴ്സ് വേണമെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. എന്തു ചെയ്യുമെന്നറിയാതെ ആകെ വിഷമത്തിലായി അരുൺ. എന്നാൽ മറുഭാഗത്ത് മീരയുടെയും ആദിയുടെയും വിവാഹം നടക്കുകയാണ്. അതിസുന്ദരിയായി ആരും കൊതിക്കുന്ന രൂപത്തിൽ മീര അണിഞ്ഞൊരുങ്ങി ആ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് ആദിയുടെ കൈപിടിച്ച് നടന്നു നീങ്ങുന്നു. അങ്ങനെ ആ ഓഡിറ്റോറിയത്തിലെത്തി കാണികൾക്ക് മുന്നിൽ നമസ്കാരം പറയുമ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. കാണികൾക്കിടയിൽ തന്റെ ആദ്യ ഭർത്താവ് അരുൺ നിൽക്കുന്നു. അരുണിനെ കണ്ട ഉടനെ തന്നെ അവളൊന്ന് ഞെട്ടി. മീരയെ കണ്ടപ്പോൾ അരുൺ മീരയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. അങ്ങനെ മണ്ഡപത്തിലെത്തി മീരയോട് അരുൺ പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം. പൊറുക്കാൻ പറ്റാത്തതിലേറെ കുറ്റം ഞാൻ നിന്നോട് ചെയ്തു. നീ എനിക്ക് മാപ്പ് തരണം. നീ എന്റെ കൂടെ തന്നെ വരണം. നിനക്ക് ഞാൻ ചെയ്ത ദ്രോഹത്തിനൊക്കെ എനിക്ക് തിരിച്ചടി കിട്ടി. നീ എന്റെ ഒപ്പം വരണമെന്ന് ഞാൻ നിന്നോട് കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്നാൽ ഇതെല്ലാം കേട്ട മീര പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നൊക്കെ നിന്നിൽ നിന്ന് ഒരു തരി സ്നേഹം കിട്ടുവാൻ വേണ്ടി ഞാൻ യാചിച്ചു. എന്നാൽ നീ വീട്ടിലെ വേലക്കാരിക്ക് കൊടുക്കുന്ന വില പോലും എനിക്ക് തന്നില്ല. ഏതൊരു പെണ്ണിനും താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു എനിക്ക് നിന്നിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോൾ നീ എന്റെ മനസ്സിൽ പോലുമില്ല. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. നിന്റെ രണ്ടാം ഭാര്യയുടെ വാക്ക് കേട്ട് നിന്റെ അമ്മയെ പോലും നീ വെറുത്തു. അവിടെ നിന്ന് ആട്ടി പുറത്താക്കി. എന്നാൽ ആ അമ്മ അഭയം തേടി വന്നത് എന്റെ അരികിലായിരുന്നു. നിന്റെ അമ്മ ചെയ്തതെല്ലാം ഞാൻ മറന്നു. നിന്റെ അമ്മയ്ക്ക് മാപ്പ് കൊടുത്തു. ഇപ്പോൾ നിന്റെ അമ്മ എന്റെ ഒപ്പമുണ്ട്. പക്ഷെ നിനക്ക് ഞാൻ ഒരിക്കലും മാപ്പ് തരികയില്ല. എന്നെ പോലെ തന്നെ ഏറെ പ്രതീക്ഷകളോടെ വലതുകാൽ വെച്ച് വരന്റെ വീട്ടിലേക്ക് കയറുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. എന്നാൽ തന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ആരോട് പറയാൻ, ആര് നോക്കാൻ, അല്ലെ? അഭയം തേടി പോകുവാൻ പോലും ആരുമില്ലാത്ത ഒരവസ്ഥ. ആ സമയത്താണ് എനിക്ക് കൈത്താങ്ങായി നിന്റെ മുത്തച്ഛനും പിന്നെ ഈ വലിയ വീട്ടുകാരും എന്നിലേക്ക് വന്നത്. അവരില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഞാൻ പോലും ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. നിനക്ക് ഒരിക്കലും ഞാൻ മാപ്പ് തരികയില്ല. നീ ഈ ഓഡിറ്റോറിയം വിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം. മീരയുടെ ഈ വാക്കുകൾ കേട്ട് അരുൺ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് തലകുനിച്ച് പുറത്തേക്ക് പോയി. അങ്ങനെ പ്രൗഢിയോടെ തന്നെ ആഡംബരമായിട്ട് മീരയുടെയും ആദിയുടെയും വിവാഹം നടക്കുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിയുന്നു. മീര മാലാക പോലത്തെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. മീരയ്ക്ക് കൂട്ടായി അരുണിന്റെ അമ്മ നന്ദിതയുമുണ്ട്. എന്നാൽ മറുഭാഗത്ത് ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും ഉപേക്ഷിച്ചു പോയ അരുൺ ലഹരിക്കടിമപ്പെട്ട് കഴിയുന്നു.